ഈ തലമുറയിൽ ലഭിക്കേണ്ട ശുഭഭാവിയുണ്ട്. ഇവിടെ പ്രതീക്ഷ എൻ്റെ ജീവിതത്തിലെ കണ്ണീര് തുടയ്ക്കാൻ, എൻ്റെ കഷ്ടപ്പാട് മാറ്റുവാൻ ഈ തലമുറകളാണ് ഇവരനുഗ്രഹിക്കപ്പെട്ടാലേ പറ്റത്തുള്ളൂ കേട്ടോ. ആ രണ്ട്, അവിടെ ശുഭഭാവിക്ക് വിരോധമായിട്ടാണ് ശത്രു പദ്ധതി ഒരുക്കിയത്. എന്നാൽ ശ്രദ്ധിക്കണമേ, ആമേ, ദൈവത്തിന് വചനം പറഞ്ഞത് എണ്ണ വെളിപ്പെടുത്തിയപ്പോ തലമുറ വീണ്ടെടുക്കാൻ പറ്റിയെങ്കിൽ, എണ്ണ വെളിപ്പെടുത്തിയപ്പോ ആ കടം വീട്ടി അവിടെ ശുഭഭാവിയെ കാണാൻ കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നിന്ന ഈ വിഷയത്തിൽ കടബാധ്യതയിൽ നിന്ന് ചുമക്കുന്നവളായിരുന്നു. എന്നാൽ അവൾ എണ്ണ വെളിപ്പെടുത്തിയപ്പോൾ സംഭവിച്ച മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ നിന്ന മാറി. ദൈവത്തിന്റെ ആത്മാവിൽ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ വീട്ടിനകത്തൊഴുകുമ്പോ, ദൈവകൃപ നിന്റെ വീട്ടിനകത്തൊഴുകുമ്പോ നഷ്ടപ്പെട്ട തലമുറകളെ പൊക്കിക്കൊണ്ടുവരും. ആമേ, നിന്റെ തലമുറകൾ അടിമകളായിരിക്കേണ്ടതല്ല. ഏതെങ്കിലും വിഷയത്തിനകത്ത് നിന്റെ തലമുറകൾ അടിമകളായിരിക്കുവാണോ? മദ്യപാനത്തിനും മയക്കുമരുന്നിനും ലോകത്തിന്റെ പാവങ്ങൾക്ക് നിന്റെ തലമുറ അടിമയായിരിക്കുകയാണോ? ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് അവരെ അടിമയായിട്ടല്ല ദൈവം കണ്ടേക്കുന്നത്. യോസെഫ് അടിമച്ചക്കനായിട്ടാ പോയത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് യോസെഫ് ഒരു അടിമ ചക്കനല്ലായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് മിസ്രൈമിലെ ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയായി മാറുന്നതായിരുന്നു അവനെ കുറിച്ചുള്ള ദൈവ പദ്ധതി. അതേ, വിശ്വസിക്കൂ ദൈവ പൈതലെ, ഇന്നോ പകൽ ചില അടിമ ചങ്ങലകൾ പൊട്ടുകയാണ്. നിന്റെ തലമുറയ്ക്ക് വിരോധമായി ചലിക്കുന്ന പൈശാചിക മേഖലകൾ ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടശക്തികളിൽ നിന്നും ദൈവത്തിന്റെ തലമുറകളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അഭിഷേകം നിന്റെ വീടിനകത്ത് ജ്വലിക്കട്ടെ.